സുഹൃത്തുക്കളെ മൈഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു ഗെയിം നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ടൂർണമെൻറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫുട്ബോളിൻ്റെ വീഡിയോ മാത്രം ചെയ്യുന്ന നമ്മളെ ചാനലിൽ എന്തുകൊണ്ടാണ് മറ്റൊരു ഗെയിമിൻ്റെ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കേണ്ട. ഫുട്ബോൾ കളിക്കുന്ന ആളുകൾക്ക് ഫുട്ബോളിൽ നല്ല ബോൾ കൺട്രോളുള്ള, നല്ല കിക്കിംഗ് ആക്യുറസി ഉള്ള, നല്ല സ്കില്ലുള്ള ആളുകൾക്ക് കളിക്കാൻ പറ്റിയ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഗെയിമിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മളെ റൊണാൾഡിനോയും നെയ്മറും ഒക്കെ കളിച്ച് വേൾഡ് ഫേമസ് ആക്കിയിട്ടുള്ള ടെക് ബോളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേരളത്തിൽ ആദ്യമായി കേരള യൂത്ത് ടെക് ബോൾ ടൂർണമെൻറ്റ് നടക്കാൻ പോവാണ് എറണാകുളം കടവന്ത്ര വെച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും കടവന്ത്ര വെച്ച് നടക്കുന്ന ഈ ഒരു ടെക് ബോൾ ടൂർണമെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഇതിൽ പങ്കെടുക്കാം. യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ജില്ലകൾ തമ്മിൽ മത്സരിക്കുന്ന ഈ ഒരു ടൂർണമെൻറ്റിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് സിംഗിൾസിലും ഡബിൾസിലും ഒക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ടെക് ബോളിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനുള്ള എബിലിറ്റി ഉള്ള ആളുകൾക്ക് അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ വേൾഡ് ക്ലാസ് ടൂർണമെൻറ്റാണ്, അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് ഗെയിമാണ് ഈ ഒരു ടെക് ബോൾ എന്ന് പറയുന്നത്. അതിൻ്റെ യൂത്ത് ടൂർണമെൻറ്റാണ് എറണാകുളത്ത് വെച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. യൂത്ത് എന്ന് പറയുമ്പോൾ അണ്ടർ 17 കാറ്റഗറിയിൽ ജനിച്ചിട്ടുള്ള ആർക്കും 17 വയസ്സ് തികയാത്ത ആർക്കും ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാം. സോ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് ഒരു 400 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ യൂസ് ചെയ്യാം. ഈ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം നിങ്ങളുടെ താല്പര്യം അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാം. പിന്നെ ഈ ടൂർണമെൻറ്റ് നടക്കുന്നത് ഏപ്രിൽ മാസം 24-ാം തീയതിയാണ്. സോ ഇന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷനുള്ള പരിപാടികൾ നോക്കുക. എറണാകുളം വരെ പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ടെക് ബോൾ കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ടെക് ബോൾ എന്താണ്, അതിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതൊരു പക്ഷേ കളിച്ചു നോക്കിയാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെയുള്ള കോർട്ടിൽ, ടർഫിൽ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുന്ന പോലെ അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുന്നത് പോലെ 2 ടീമായി നിന്ന് കാലുകൊണ്ട് ഫുട്ബോൾ കളിക്കാറുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള ഫൺ ഗെയിമുകളൊക്കെ കളിക്കാറുണ്ട്. അതുപോലെയുള്ള ഫുട്ബോളേഴ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫൺ ഗെയിമാണ് ഈ ടെക് ബോൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഫുട്ബോളിനുള്ള അത്ര കോമ്പറ്റീഷൻ ഇതിലില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഫുട്ബോളിൽ കിട്ടാത്ത ആളുകൾക്ക്, ഫുട്ബോൾ ചാൻസ് ഇല്ലാന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റിയും നല്ല സ്കില്ലും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം കൂടിയാണ് ടെക് ബോൾ എന്ന് പറയുന്നത്. സോ ഇത് നമ്മളെ ഏഷ്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്രാവശ്യത്തെ യൂത്ത് ഒളിമ്പിക്സിലൊക്കെ വരാൻ പോകുന്ന ഏഷ്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പിന്തുണയൊക്കെ ഉണ്ട്. സോ ഇവർ ഇനി ഒളിമ്പിക്സിലൊക്കെ ഇത് വരാൻ സാധ്യതയുള്ള ഒരു ഗെയിം കൂടിയാണ്. ഇപ്പോൾ എന്തായാലും യൂത്ത് ഒളിമ്പിക്സിൽ ഇത് നടക്കാൻ പോകുന്നത്, ഇത് ആദ്യമായിട്ട് ഇതിൻ്റെ ഭാഗമാവാൻ പോവാണ് യൂത്ത് ഒളിമ്പിക്സിൻ്റെ. സോ നിങ്ങൾക്കിതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ അറിയിക്കുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ, ടൂർണമെൻറ്റ് നടക്കുന്ന ഡേറ്റ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ, ആർക്ക് പങ്കെടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.